Hi everyone. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഓൺലൈൻ അല്ലെങ്കിൽ ടിക്ടോക്ക് അതും കൂടാതെ തന്നെ യൂട്യൂബ് ചാനലുകളിലെല്ലാം വളരെ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡായി കൊണ്ടിരിക്കുന്ന നിയോ ഹെയർ ലോഷൻ എന്നുള്ളൊരു മുടി വളരാൻ സഹായകരമാകുന്ന ഒരു ലോഷനെ കുറിച്ചുള്ള റിവ്യൂസ് ആയിരുന്നു. ഏകദേശം 4-5 വീഡിയോസ് നാം ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിനകത്ത്. ഇതിനകത്ത് പല ആൾക്കാരും പല രീതിയിലുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ആളുകൾ ചോദിക്കുന്നൊരു സംശയം, ഈ നിയോ ഹെയർ ലോഷൻ വളരെ വേഗത്തിൽ മുടി വളരാൻ എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ തന്നെ വളരെ ഷോർട്ടായിട്ട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, വളരെ ലെങ്തി ആയിട്ട് പോകുന്നില്ല. സോ ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിയോ ഹെയർ ലോഷൻ്റെ മികച്ചൊരു റിസൾട്ട് ലഭ്യമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മികച്ച രീതിയിൽ മുടി വളരാൻ എത്രത്തോളം ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര നാൾ നാം ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. സോ ഇതിനകത്ത് കമ്പനി തന്നെ അവകാശപ്പെടുന്നതിലേക്ക് കമ്പനി തന്നെ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 3 ബോട്ടിൽ മേടിച്ച് ഉപയോഗിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അവർ പറഞ്ഞത്. നമുക്കൊരു ബോട്ടിൽ ഒരു ഡെയിലി രാവിലെ രാത്രി അല്ലെങ്കിൽ 12 hours 12 മണിക്കൂർ കൂടുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു ബോട്ടിൽ നമുക്കൊരു മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. ഓവറായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു 20 ദിവസം വരെ ഉപയോഗിക്കാം. അല്ല ചില ഭാഗത്ത് മൈൽഡായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ ഏകദേശം ഒരു 1 month വരെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 3 ബോട്ടിൽ നമുക്കൊരു 3 മാസം. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നാം ഉപയോഗിക്കേണ്ട ഈ നിയോ ഹെയർ ലോഷൻ ഉപയോഗിക്കേണ്ട ആ ഒരു ലെങ്ത് ആയിട്ടുള്ള പ്രോസസ്സ് ഒരു 3 മാസം എന്നുള്ളതാണ്. അപ്പോൾ 3 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു റിസൾട്ട് ലഭ്യമാവും. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്തിന് 12 ദിവസം കൊണ്ട് മുടി വന്നു എന്നുള്ള രീതിയിൽ. ആ സുഹൃത്തിന് മുടി പൂർണ്ണമായി വന്നു എന്നല്ല, ഒരു ബേബി ഹെയർ, അതായത് ചെറിയ മുടികൾ വരാനുള്ള ഒരു ചെറിയ രീതിയിൽ മുടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ചെറിയ ഫോളിക്കിൾ മുടിയുടെ ചെറിയ ചെറിയ നാരുകൾ ബേബി ഹെയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്തിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജനറ്റിക്കായിട്ട് ഒരു പാരമ്പര്യമായിട്ട് പോയ വ്യക്തിയല്ല. ആ സുഹൃത്തിനെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമാറ്റിക് കാരണത്താൽ അല്ലെങ്കിൽ മറ്റു വാട്ടറിൻ്റെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സൈഡ് എഫക്റ്റ് കാരണത്താൽ ഒരു പക്ഷേ ക്ലോറിനെല്ലാം അമിതമായി അടങ്ങിയിട്ടുള്ള വെള്ളത്തിൻ്റെ കാരണത്താലാവാം. അങ്ങനെ പാരമ്പര്യമല്ലാതെ മുടി പോയിട്ടുള്ള വ്യക്തികൾക്ക് ഈ നിയോ ഹെയർ ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മുടി വളരാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ മറിച്ച് ജനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഹെറിഡിറ്റി ആയിട്ട് അതും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് മുടി കൊഴിഞ്ഞു പോയുള്ള വ്യക്തികൾ, ഒരു പക്ഷേ ഫാദറിന് മുടി ഉണ്ടാവില്ല, അതേ പ്രോസസ് തന്നെ കാര്യം ഒരുപക്ഷെ മക്കളിലും വരും. മക്കൾക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു 28 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 25 വയസ്സിന് ശേഷം സ്വാഭാവികമായിട്ടും മുടി കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഹെറിഡിറ്റി ആയിട്ടില്ലെങ്കിൽ പാരമ്പര്യമായിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ 3 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലൊരു റിസൾട്ട് ലഭ്യമാവാൻ ചാൻസ് ഉള്ളൂ. മറ്റുള്ളത് ഒരു പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ കോമൺ ആയിട്ട് ഒരു ലൈക്ക് വാട്ടറിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൈമാറ്റിൻ്റെ കാരണത്താലോ അല്ലെങ്കിൽ ശാരീരിക ലൈഫ് സ്റ്റൈലിൻ്റെ കാരണത്താലോ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ കാരണത്താലും മുടി കൊഴിഞ്ഞ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ വളരെ വേഗത്തിൽ റിസൾട്ട് ലഭ്യമാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് തന്നെ പറയാം. മുമ്പ് പല വീടുകളിലും പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാൽ പോലും ഈ വീഡിയോനകത്ത് അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു തലമുടി സ്വാഭാവികമായിട്ടും കൊഴിഞ്ഞു പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം ഒരു കോമ്പ് എടുത്ത് അല്ലെങ്കിൽ ഒരു ചീർപ്പ് എടുത്ത് 2-3 പ്രാവശ്യം തല നന്നായിട്ട് വാരുക. അതിനുശേഷം ഈ സ്പ്രേ നിയോ ഹെയറിൻ്റെ സ്പ്രേ ആ ഭാഗത്ത് അല്ലെങ്കിൽ ലോഷൻ ആ ഭാഗത്ത് തലയോട്ടിൽ നന്നായിട്ട് സ്കാൽപ്പിനകത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്യുക. വീണ്ടും ഒരു 2-3 പ്രാവശ്യം ഒരു കോമ്പ് അല്ലെങ്കിൽ ചീർപ്പ് എടുത്തിട്ട് തല സ്കാൽപ്പിനകത്ത് അല്ലെങ്കിൽ തലയോട്ടിന് മുകളിൽ നന്നായിട്ട് വാരുക. ഈ പ്രോസസ്സ് രാവിലെയും രാത്രിയും ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കഴുകി കളയണമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ 3 to 6 മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം കഴുകി കളയുക. അല്ല എന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ വരെ നമുക്ക് തലയിൻ്റെ മുകളിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ കമ്പനി പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.